ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാ. അപ്പോൾ ലഞ്ച് ബോക്സിൽ നമുക്ക് ഉച്ചക്കൊക്കെ പെട്ടെന്ന് കറിക്കൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചെടുക്കുക. അപ്പോൾ വെള്ളവും ചേർക്കാതെ ഇതുപോലെ അരച്ചിട്ടെടുക്കുക. ഇനി നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതുപോലെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സവാള ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, നമ്മൾ ഇതിലേക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും മനസ്സിലായില്ല. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഒരു കപ്പോളം റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഇതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറിൻ്റെ റൈസ് ഉണ്ടല്ലോ, അതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നെയ്ച്ചോറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ അരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയൊരു ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. നമുക്ക് ഉച്ചക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.